ഹായ് ഡിയർ ലേണേഴ്സ്, എൻ്റെ പേര് സജ്ന. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് BA ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് സെമിസ്റ്ററിലെ ഒരു പേപ്പറായ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിൻ്റെ ഒന്നാമത്തെ യൂണിറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപ് തന്നെ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇത് അത്രയ്ക്ക് ടഫുള്ള ലെസണൊന്നും അല്ല. നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് പിടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സോ ടെൻഷനൊന്നും വേണ്ട. എല്ലാവരും റിലാക്സ് ആയിട്ട് ക്ലാസ് സമാധാനത്തിൽ കേൾക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, സോ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. നമ്മുടെ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ. സോ എന്താണ് കമ്മ്യൂണിക്കേഷൻ? എന്താണ് കമ്മ്യൂണിക്കേഷന്റെ അർത്ഥം? എന്താ? അതെ, ആശയവിനിമയം. അപ്പൊ നമ്മൾ ഈ ലെസണിൽ നോക്കാൻ പോകുന്നത് ആശയവിനിമയത്തിന്റെ ചില ഘടകങ്ങൾ, ചില മെത്തേഡ്സ്. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരുപാട് ടൈപ്സ് ഉണ്ട്. സോ അതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവരും തന്നെ റിലാക്സ് ആവുക, സമാധാനത്തിൽ ക്ലാസ് കേൾക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. സോ എവിടെ നിന്നാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വാക്ക് വന്നത്? നമുക്ക് ആദ്യം അത് നോക്കാം അല്ലെ. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വാക്ക് വന്നത് ഒരു ലാറ്റിൻ വേർഡായ കമ്മ്യൂണിക്കെയർ എന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം എന്ന അർത്ഥമുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന വാക്ക് വന്നിട്ടുള്ളത്. കമ്മ്യൂണിക്കെയർ എന്ന ലാറ്റിൻ വേർഡിന്റെ അർത്ഥം ടു ഷെയർ ചെയ്യാം എന്നതാണ് ഈ കമ്മ്യൂണിക്കെയറിന്റെ അർത്ഥം വരുന്നത്. നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ എവിടെ നിന്നാണ് തുടങ്ങിയത്? അല്ലാതെ ഈ കമ്മ്യൂണിക്കേഷന്റെ എയിം എന്താണെന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരാളിൽ നിന്നും ഇൻഫർമേഷൻ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുക, എന്നിട്ട് പകർന്നു കൊടുത്ത ആളിൽ നിന്നും മറുപടി തിരിച്ച് ഇങ്ങോട്ട് കിട്ടുക. ഇത്രയും കാര്യങ്ങൾ പൂർത്തിയായാലേ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അഥവാ ആ മെത്തേഡ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പൊ കമ്മ്യൂണിക്കേഷന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒരാളുടെ ആവശ്യങ്ങൾ, അത് എന്ത് ആവശ്യവുമാവാം. ഫിസിക്കൽ നീഡ്സ് ആവാം, മെന്റൽ നീഡ്സ് ആവാം, ചിലപ്പോൾ ഐഡിയാസ് ആവാം, ചിലപ്പോൾ ഒരാളുടെ ഫീലിങ്സ് ആവാം, തോട്ട്സ് ആവാം, ചിന്താഗതി ആവാം, എന്തും ആയിക്കോട്ടെ. അത് ഒരാൾ മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവിടെ നടക്കുന്ന പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഒരാളുടെ ആവശ്യകത മറ്റൊരാളെ അറിയിക്കുക എന്ന് നമുക്ക് ചുരുക്കത്തിൽ വേണമെങ്കിൽ കമ്മ്യൂണിക്കേഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. സോ ഇതിൽ നോക്കുമ്പോൾ ഒരുപാട് തിയറീസ് ആണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്നീ വാക്കിലൂടെ ഒരുപാട് തിയറീസ് ആണ് ഇപ്പൊ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട തിയറിയാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട തിയറിയാണ്. സോ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. സെൻഡർ, മെസ്സേജ്, റിസീവർ ആൻഡ് ഫീഡ്ബാക്ക്. ഈ നാല് ഘടകങ്ങളാണ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത്. ആരൊക്കെയാണ്? സെൻഡർ, മെസ്സേജ്, റിസീവർ ആൻഡ് ദെൻ ഫീഡ്ബാക്ക്. ആരാണ് ഒരു സെൻഡർ? ആരാണ് സെൻഡർ എന്ന് നമ്മൾ നോക്കുമ്പോൾ ആരാണോ ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്തിട്ട് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുന്നത്. അതും എന്തുമാവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐഡിയാസ് ആവാം, തോട്ട്സ് ആവാം, പലതുമാവാം, എന്തുമാവാം. പക്ഷെ ആരാണോ ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്ത് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുന്നത് അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻഡർ. ഓക്കെ, ക്ലിയർ അല്ലേ? അഥവാ ഈ സെൻഡർ എന്താണ് കൊടുക്കുന്നത്? മെസ്സേജ് ആണ് കൊടുക്കുന്നത്. ആ മെസ്സേജ് ആർക്കാണ് കൊടുക്കുന്നത്? റിസീവറിനാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഈ റിസീവർ എന്ന് പറയുന്നത് ഈ സെൻഡർ മെസ്സേജ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാണ് ഈ റിസീവർ. ഈ റിസീവർ എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ സെൻഡർ അയച്ചു തന്ന മെസ്സേജ് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനനുയോജ്യമായ രീതിക്ക് മറുപടി കൊടുക്കുകയും ചെയ്യുന്നു. ഈ മറുപടിയെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന നാലാമത്തെ ഘടകത്തിൽ കണക്കുകൂട്ടുന്നത്. ഓക്കെ, ഈ ഫീഡ്ബാക്ക് നൽകുന്ന ആളാരാണ്? റിസീവർ ആണ്. മെസ്സേജ് കൊടുക്കുന്ന ആളാരാണ്? സെൻഡർ ആണ്. ഇപ്പൊ മനസ്സിലായോ? അതായത് സെൻഡർ മെസ്സേജ് ക്രിയേറ്റ് ചെയ്ത് ആർക്ക് കൊടുക്കുന്നു? റിസീവറിന് കൊടുക്കുന്നു. ഈ റിസീവർ എന്ത് ചെയ്യുന്നു? ഈ മെസ്സേജ് മനസ്സിലാക്കിയെടുത്ത് അതിനനുസരിച്ച് അതിനനുയോജ്യമായ രീതിക്ക് ഒരു മറുപടി കൊടുക്കുന്നു. ഈ മറുപടിയാണ് എന്ത്? ഫീഡ്ബാക്ക്. ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കണം. ഈ നാല് ഘടകങ്ങളും ഈ നാല് ഘടകങ്ങളുടെ പ്രസക്തിയും
നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇത് നമുക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. സോ നിങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് സെൻഡർ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കുന്നു? റിസീവറിന് കൊടുക്കുന്നു. എന്നിട്ട് ഈ റിസീവർ ഫീഡ്ബാക്ക് കൊടുക്കുന്നു. ഈ ഫീഡ്ബാക്ക് ആർക്കാ കൊടുക്കുന്നത്? മറ്റാർക്കുമല്ല, ഈ സെൻഡറിന് തന്നെയാണ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് നോക്കിയാലോ? ഓക്കെ, കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം എവിടെ നിന്ന് തുടങ്ങി? ഇപ്പോ നമ്മുടെ ഈ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു മെത്തേഡാണോ കമ്മ്യൂണിക്കേഷൻ? ഒരിക്കലുമല്ല. സിൻസ് പ്രീ ഹിസ്റ്ററിക് ടൈം, അതായത് പണ്ട് മനുഷ്യരുടെ കാലം മുതലേ ആശയവിനിമയം നടത്താറുണ്ടായിരുന്നു. പക്ഷെ ആ കാലത്ത് നമുക്ക് ഭാഷ, അതായത് ലാംഗ്വേജിന്റെ ഇൻവെൻഷൻ ഉണ്ടായിരുന്നില്ല. ലാംഗ്വേജ് കണ്ടുപിടിക്കുന്നതിന് മുൻപും നമ്മുടെ പൂർവികർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അതെങ്ങനെയാണ്? ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടോ? ഒരിക്കലുമില്ല. ഓക്കെ, നമുക്ക് കമ്മ്യൂണിക്കേഷൻ ജെസ്റ്റേഴ്സിലൂടെ, അതായത് ആംഗ്യഭാഷയിലൂടെ, ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ, മുഖഭാവങ്ങളിലൂടെ, അതല്ലാതെ ബോഡി ലാംഗ്വേജ്, ബിഹേവിയർ, സ്വഭാവം, ഇത്തരത്തിലുള്ള ഒരുപാട് ഘടകങ്ങളിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലാണ് നമ്മുടെ പണ്ട് മനുഷ്യർ കമ്മ്യൂണിക്കേറ്റ്, അതായത് ആശയവിനിമയം നടത്തിയിരുന്നത്. അതിനുശേഷമാണ് ലാംഗ്വേജിന്റെ ഇൻവെൻഷൻ വന്നത്, ഭാഷ വന്നത്. ഭാഷയ്ക്ക് ശേഷമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, അഥവാ എഴുത്തിലൂടെ ആശയവിനിമയം ചെയ്യുക. ഓക്കെ, അതായത് നമ്മുടെ പണ്ട് മനുഷ്യരും എഴുത്തിലൂടെ ആശയവിനിമയം ചെയ്തവരാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. അതായത് ഹീറോഗ്ലിഫിക് സ്ക്രിപ്റ്റ്, ക്യൂണിഫോം സ്ക്രിപ്റ്റ്, ഓർക്കുന്നില്ലേ? നമ്മൾ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതൊക്കെയാണ് നമുക്കിവിടെ റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതായത് നമ്മുടെ പണ്ട് മനുഷ്യർ ഈ ഗുഹകളിലും കല്ലുകളിലും ഒക്കെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഈ റിട്ടൺ സ്ക്രിപ്റ്റുകളൊക്കെ. ക്യൂണിഫോം സ്ക്രിപ്റ്റ്, ഹീറോഗ്ലിഫിക് സ്ക്രിപ്റ്റ്, അതുപോലെ ഒരുപാട് സ്ക്രിപ്റ്റുകളുണ്ട്. സോ അതൊക്കെ കൊത്തി വെച്ചതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുത്ത കാര്യമാണ് അവർ അന്നു മുതൽ തന്നെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ അഥവാ എഴുത്തിലൂടെ ആശയവിനിമയം ചെയ്തവരാകുന്നു. ഇത് മാത്രമല്ല, പിന്നീട് ചൈനയില് നമ്മുടെ പേപ്പറുടെ ഇൻവെൻഷൻ, ദി ഇൻവെൻഷൻ ഓഫ് പേപ്പർ ഇൻ ചൈന was a milestone in the history of communication. ഓക്കെ, പേപ്പറിന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന്റെ ചരിത്രത്തിൽ തന്നെ വലിയൊരു നാഴികക്കല്ലായി മാറിയിരുന്നു. ഓക്കെ, അത് വൺ വേർഡിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. പേപ്പർ എവിടെ നിന്നാണ് ഇൻവെന്റ് ചെയ്തത് എന്നുള്ളത്. സോ ആൻസർ ഇതാണ്, ചൈനയിൽ നിന്നാണ് നമുക്ക് പേപ്പർ ഇൻവെന്റ് ചെയ്തത്. അതിനുശേഷമാണ് നമ്മുടെ ഗുട്ടൻബർഗ് പ്രിന്റിംഗ് മെഷീൻ കണ്ടുപിടിച്ചത്. അതും വളരെ വലിയ രീതിക്ക് തന്നെ കമ്മ്യൂണിക്കേഷന്റെ പ്രസക്തി കൂട്ടുക മാത്രമാണ് ചെയ്തത്. അതിനുശേഷം വന്ന ടെക്നോളജീസ് ആയ ഇമെയിൽ, ടെലിഗ്രാഫ്, ടെലിവിഷൻ, റേഡിയോ, ഇതെല്ലാം തന്നെ കമ്മ്യൂണിക്കേഷനെ വളരെ നല്ല രീതിക്ക് തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് there are 2 methods of communication. Okay, methods of communication, and there are also 2 types of communication. 2 types of communication and 2 methods of communication. ഇത് രണ്ടുമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ there are 2 types of communication എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ വരുന്നതാണ് 2 one-way communication and 2-way communication. ഈ 2 കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാവരും റിലാക്സ് ആയിട്ടിരുന്ന് ഇത് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. സോ നോ വറീസ്, ഇത് അത്രയ്ക്ക് റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. സോ നമ്മൾ നന്നായി ശ്രദ്ധിച്ചു കേൾക്കുക, എന്നാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ one-way communication and 2-way communication. ഇതാണ് the 2 types of communication. സോ one-way communication എന്താ? അത് നമ്മുടെ പേര് പോലെ തന്നെ one way ആണ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതായത് ഒരാൾ മാത്രമാണ് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരാൾ എന്ത് ചെയ്യുന്നില്ല, തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഫീഡ്ബാക്ക് തരുന്നില്ല. ഞാനത് പറഞ്ഞിരുന്നു. മെയിൻ ആയിട്ട് ഒരു റിസീവർ ഇങ്ങോട്ട് സെന്ററിന് കൊടുക്കേണ്ടത് ഒരു ഫീഡ്ബാക്ക് ആണ്. ആ ഫീഡ്ബാക്ക് കൊടുത്തില്ല, അതായത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്.
അതായത് ദ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫ്രം ഓൺലി വൺ ഡയറക്ഷൻ. ഒരാൾ മാത്രമാണ് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറ്റൊരാൾ ഒരിക്കലും ഒരു ഫീഡ്ബാക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ എന്ത് പറയാ? യെസ്, വൺ വേ കമ്മ്യൂണിക്കേഷൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു പുസ്തകം വായിക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ഇവിടെ മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു ഫീഡ്ബാക്ക് പറയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ? നമ്മളൊരു ബുക്കല്ലേ വായിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ഫീഡ്ബാക്ക് പറയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. സോ അതാണ് നമുക്ക് വൺ വേ കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾ ആയിട്ട് ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണത്. വെൻ വി ആർ റീഡിങ് എ ബുക്ക്, നമ്മളൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദർ ഇസ് നോ സ്കോപ്പ് ഫോർ എ ഫീഡ്ബാക്ക്. നമുക്ക് തിരിച്ച് ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള ഒരു മാർഗമല്ല. അതുകൊണ്ട് നമ്മൾ ആ കമ്മ്യൂണിക്കേഷനെ നമ്മൾ വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് ടു വേ കമ്മ്യൂണിക്കേഷൻ. പേര് പോലെ തന്നെ ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഇവിടെ രണ്ട് കൂട്ടരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? യെസ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ അവർ തിരിച്ചിങ്ങോട്ടൊരു കാര്യം പറയുന്നുണ്ട്. സോ ഇവിടെ തിരിച്ചിങ്ങോട്ട് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. സോ അതൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ അല്ലേ? യെസ്. ഇനി നമ്മൾ നോക്കുമ്പോ ഈ ടു വേ കമ്മ്യൂണിക്കേഷനെ രണ്ടാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. കൺഫ്യൂസ്ഡ് ആവണ്ട. ഈ ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടുപേരും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണല്ലോ ടു വേ കമ്മ്യൂണിക്കേഷൻ. സോ അതല്ലാതെ ഈ ടു വേ കമ്മ്യൂണിക്കേഷൻ തന്നെ രണ്ട് തരത്തിലായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് സിമെട്രിക് ആൻഡ് മറ്റൊന്ന് അസിമെട്രിക്. സിമെട്രിക്, അസിമെട്രിക്. എന്താണ് സിമെട്രിക്? അതായത് ടു വേ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന രണ്ട് വിഭാഗമാണ് അസിമെട്രിക്കും സിമെട്രിക്കും. ഓക്കെ, മറക്കണ്ട. സോ സിമെട്രിക് എങ്ങനെയാണ് അസിമെട്രിക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്ന് വെച്ചാല് രണ്ടുപേര് ഒരാളും ഒരാൾക്ക് മേലെ ഡൊമിനന്റ് അല്ല, രണ്ടുപേരും ഈക്വൽ ആണ്. ഈക്വൽ ആയ ആൾക്കാരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്കിൽ അത് സിമെട്രിക് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനും എന്റെ മറ്റൊരു സുഹൃത്തും കൂടിയാണ്, ഞങ്ങളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആർക്കും മുകളിലല്ല, ആർക്കും താഴെയുമല്ല. ഞങ്ങൾ ഈക്വൽ ആയ ആൾക്കാരാണ്. ഞാനും എന്റെ ഫ്രണ്ടും ഈക്വൽ ആയ ആൾക്കാരാണ്. സോ ഞങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും സിമെട്രിക് ആയിരിക്കും. ഓക്കെ, ഇവിടെ ആരും ഡൊമിനന്റ് അല്ല. അതാണ്. ഇനി നേരെ തിരിച്ച് അസിമെട്രിക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരാളുടെ മേലെ ഡൊമിനന്റ് ആയിരിക്കും. ഒരാൾക്ക് ഭയങ്കര പവർഫുൾ ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ടീച്ചർ നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. അപ്പോ അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, ടീച്ചറും സ്റ്റുഡന്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കൂടുതൽ പവർഫുൾ ആരാണ്? യെസ്, ടീച്ചർ. ഓക്കെ, ഇവിടെ കൂടുതൽ പവർഫുൾ ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ ഇവര് തമ്മിലുള്ള ഈ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? യെസ്, അസിമെട്രിക് എന്ന് വിളിക്കുന്നു. ഇവിടെ ഒരാൾ ഡൊമിനന്റ് ആയിരിക്കും. ഓക്കെ, ഒരാൾ ഡൊമിനന്റ് ആയിരിക്കും, മറ്റൊരാള് അവരുടെ താഴെ ആയിരിക്കും. അതായത് ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. ഇതാണ് ഇതിൽ പറയാവുന്ന ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. സോ ശ്രദ്ധിച്ച് കേൾക്കുക. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി നമ്മൾ നോക്കുമ്പോൾ there are two types of communication, one way communication and two way communication. One way communication പേര് പോലെ തന്നെ ഒന്നുമില്ല. One way communication എന്ന് പറയുന്നത് ഒരാൾ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. there is no scope for a feedback. ഒരു ഫീഡ്ബാക്ക് റിസീവർ ഇങ്ങോട്ട് ഒരു ഫീഡ്ബാക്ക് തരുന്നില്ല, അല്ലെങ്കിൽ തരാനുള്ള സാഹചര്യം ഇല്ല. അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു പുസ്തകം വായിക്കുന്ന ആ ഒരു സന്ദർഭം. പുസ്തകം വായിക്കുന്നു, നമ്മളാണ് റിസീവർ, പക്ഷെ നമുക്ക് എന്ത് കൊടുക്കാൻ വഴി? ഫീഡ്ബാക്ക് കൊടുക്കാൻ നമുക്ക് ഒരു വഴിയുമില്ല. സോ അതാണ് വൺ വേ കമ്മ്യൂണിക്കേഷനും അതിന്റെ എക്സാമ്പിൾ. ടു വേ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ പേര് പോലെ തന്നെ there are two ways of communication. Both of them are communicating. രണ്ട് കൂട്ടരും ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സെൻഡർ മെസ്സേജ് കൊടുക്കുന്നു, റിസീവർ ഫീഡ്ബാക്ക് ഇങ്ങോട്ട് തരുന്നു. അതാണല്ലോ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിവിടെ നടക്കുന്നുണ്ട്. ഈ ടു വേ കമ്മ്യൂണിക്കേഷനിൽ തന്നെ രണ്ടായി തരംതിരിച്ചു, സിമെട്രിക് ആൻഡ് അസിമെട്രിക്. സിമെട്രിക് കമ്മ്യൂണിക്കേഷൻ എന്താണ്? യെസ്, രണ്ട് ആൾക്കാരും ഒരേപോലെ ആണെങ്കിൽ അതാണ് സിമെട്രിക്. അതായത് ഫ്രണ്ട്സുകളുടെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോൺവെർസേഷൻ. അസിമെട്രി എന്ന് നോക്കുമ്പോൾ എന്താ? ഒരാളുടെ മുകളിൽ ഡൊമിനന്റ് ആയിരിക്കും, അഥവാ ഒരാൾ ഭയങ്കര പവർഫുൾ ആയിരിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. ടീച്ചർ ലെക്ചറിങ് എ ക്ലാസ്.
ഓക്കെ, അതാണ് ഇതിനെ പറ്റിയ ഏറ്റവും നല്ല എക്സാമ്പിൾ. സോ ഇനി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. എന്താണ് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? There are two methods of communication: verbal communication and non-verbal communication. So when we go to verbal communication, the use of language. Actually verbal communication എന്ന് പറയുന്നത് ലാംഗ്വേജിന്റെ ഉപയോഗം എന്നതാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. ഒന്ന് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മറ്റൊന്ന് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. പേര് പോലെ തന്നെ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വാക്കുകൊണ്ട്, ഉച്ചാരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് ഓറൽ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ടെലിഫോണിക് കോൺവെർസേഷൻസ്, ഇതൊക്കെ നമ്മൾ വാക്കുകൊണ്ട് ഉപയോഗിക്കുന്ന സ്പോക്കൺ വേർഡ്സ് ആണ്. ഇവിടെ ലാംഗ്വേജിന്റെ ഉപയോഗമുണ്ട്. സോ ഈ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനും ടെലിഫോണിക് കമ്മ്യൂണിക്കേഷനും ഒക്കെയാണ് നമ്മുടെ ഓറൽ കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇനി അടുത്ത നോക്കുമ്പോൾ റിട്ടൺ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതെങ്ങനെയാ വെച്ചാൽ പേര് പോലെ തന്നെ നമ്മൾ എഴുത്തിലൂടെയാണ്, നമ്മൾ വാക്കുകൊണ്ട് ഉച്ചരിക്കുന്നില്ല, പകരം നമ്മൾ ഈ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് എഴുതുകയാണ് ചെയ്യുന്നത്. സോ ഈ റിട്ടൺ കമ്മ്യൂണിക്കേഷനിലെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് SMS, ഇമെയിൽ, അതുപോലെ ബാക്കിയുള്ള ലെറ്റർ, ഇതെല്ലാം നമുക്ക് റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. സോ മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ ഹിയർ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ലാംഗ്വേജിന്റെ ഉപയോഗം ഒട്ടും തന്നെ നമുക്ക് വരുന്നില്ല. ലാംഗ്വേജിന്റെ ഉപയോഗം അല്ലാതെ മറ്റുള്ള മാർഗങ്ങൾ വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നത്. സോ അതും ഇതേപോലെ രണ്ട് തരത്തിലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് സിംബോളിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മറ്റൊന്ന് ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ സിംബോളിക് കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ലൈക്ക് യൂസിങ് ഓഫ് സിംബൽസ്. ഓക്കെ, സിംബൽസ് ഉപയോഗിച്ചുകൊണ്ടും ജെസ്റ്റേഴ്സ്, ആംഗ്യഭാഷ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെയാണ് ഈ സിംബോളിക് കമ്മ്യൂണിക്കേഷൻ വർക്ക്ഔട്ട് ആവുന്നത്. അതിന്റെ ഒരു ചെറിയ എക്സാമ്പിൾസ് ആണ് ട്രാഫിക്. ഓക്കെ, സോ ട്രാഫിക് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ, അതൊരു സിമ്പിൾ ആണല്ലോ. മാത്രമല്ല അതുപോലെ ട്രാഫിക് ബോർഡ്സ്, ഇതൊക്കെയാണ്, അതുപോലെ പ്ലക്കാർഡ്സ്, ഇതൊക്കെയാണ് നമ്മുടെ സിംബോളിക് കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത് നോക്കുമ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. പേര് പോലെ തന്നെ ഇത് ഫിസിക്കൽ ആണ്, ബട്ട് ഇറ്റ് ഈസ് നോൺ വെർബൽ, നോട്ട് വെർബൽ, ഇറ്റ് ഈസ് നോൺ വെർബൽ. ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ബിഹേവിയർ, അതുപോലെ ഫേഷ്യൽ എക്സ്പ്രഷൻ, അതുപോലെ ബോഡി പോസ്ചർ, ഇതൊക്കെയാണ് നമ്മുടെ ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. മാത്രമല്ല ഐ കോണ്ടാക്റ്റും ഇതിൽ പെടുന്ന ഒരു എക്സാമ്പിൾ തന്നെയാണ്. സോ ക്ലിയർ ആയല്ലോ. ഒന്നുകൂടി നമ്മൾ നോക്കുമ്പോൾ there are two methods of communication: verbal communication and non-verbal communication. verbal communicationൽ the use of language ആണ് വരുന്നത്. അതിന് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ട് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിട്ടൺ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ there is no use of language. ലാംഗ്വേജിന്റെ ആവശ്യകത തന്നെ അവിടെ വരുന്നില്ല. അതർ ഫാക്ടേഴ്സ്, അതായത് ജെസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ്, അങ്ങനെയുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഐ കോണ്ടാക്ട് എന്നിവ ഉദാഹരണമാക്കിക്കൊണ്ട് വരുന്ന ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. സോ ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മേജർ സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ ഇപ്പൊ നമ്മൾ പഠിച്ചത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആൻഡ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മേജർ സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ ആരും തന്നെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അത് കുറച്ച് പോയിന്റ്സേ ഉള്ളൂ, നമുക്കത് വേഗം പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ മേജർ സ്റ്റൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കുമ്പോൾ അഗ്രസീവ്, നമ്പർ 1 അഗ്രസീവ്. ഈ പേര് പോലെ തന്നെ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഈ അഗ്രസീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ എന്തൊക്കെ അത് ഇൻക്ലൂഡ് ആവും? ആങ്കർ, ദേഷ്യം, അതുപോലെ ത്രെട്ടനിങ്, ഭീഷണിപ്പെടുത്തിയുള്ള ഒരു തരം സംസാരം, ഡൊമിനന്റ് ആയി നിന്നുകൊണ്ടുള്ള ഒരു തരം സംസാരം. ഇത്തരത്തിൽ അഗ്രസീവായ ക്യാരക്ടേഴ്സ്, അഗ്രസീവ് ആയിട്ടുള്ള രീതിക്കാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ദ സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അഗ്രസീവ്. ഓക്കെ, അഗ്രസീവ് ആണ്.
അതിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരാൾ നമ്മളെ ശല്യം ചെയ്യുന്നു, ഒരാൾ നമ്മളെ ബുള്ളി ചെയ്യുന്നു, ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇതിൽ എഴുതാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്. ആൻഡ് ഇനി രണ്ടാമത്തെ നോക്കുമ്പോൾ പാസീവ്. പാസീവ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. അതായത് നമുക്ക് എതിർക്കണം എന്നുണ്ടെങ്കിലും, നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എങ്കിലും നമ്മളത് സമ്മതിച്ചു കൊടുക്കുന്നു. സൈലന്റ് ആണ് ഇവിടെ. ഈ കൂട്ടർക്ക് പൊതുവെ അങ്ങോട്ട് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമില്ല. ഇങ്ങോട്ട് എന്ത് വന്നാലും അത് മിണ്ടാതെ ഇരുന്ന് സൈലന്റ് ആയിട്ട് സമ്മതിച്ചു കൊടുക്കും. ഇവിടെ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിലും താല്പര്യമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്നില്ല, അവരത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള പാസീവായ സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് കോൺഫിഡൻസ് ഇല്ലായ്മ, അത് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ശ്രദ്ധിക്കണം. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യത ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഏത് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷനിലാണ് കാണുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയണം പാസീവ്. ഓക്കെ, പാസീവ് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷനിലാണ് നമുക്ക് ലാക്ക് ഓഫ് കോൺഫിഡൻസ് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്ത ഒരു കാറ്റഗറി നോക്കുമ്പോൾ പാസീവ് അഗ്രസീവ്. ഓക്കെ, പാസീവ് അഗ്രസീവ് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഇക്കൂട്ടർ പൊതുവെ ഒറ്റ നോട്ടത്തിൽ ഇവർ പാസീവ് ആയിരിക്കും. ഇവർ പ്രത്യേകിച്ച് എതിർക്കാനോ അല്ലെങ്കിൽ ഇവർ പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നിനും പോവില്ല. അവരുടെ കമ്മ്യൂണിക്കേഷൻ പൊതുവേ സൈലന്റ് ആയിരിക്കും. പക്ഷെ ഒരു അവസരം കിട്ടിയാൽ അവർ അഗ്രസീവ് ആവുന്ന ടൈപ്പാണ്. ഇക്കൂട്ടരാണ് ഈ സൈലന്റ് ട്രീറ്റ്മെന്റ്, അതുപോലെ റൂമേഴ്സ് ഒക്കെ സ്പ്രെഡ് ചെയ്യത്തില്ലേ. ഓക്കെ, ഈ പിന്നിൽ നിന്ന് കുത്തുകയെന്നൊക്കെ പറയുന്ന ടൈപ്പ് ആൾക്കാർ ഇത്തരത്തിലുള്ള ആൾക്കാരാണ്. സോ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നതും സൈലന്റ് ട്രീറ്റ്മെന്റ് തരുന്നതൊക്കെ ഈ പാസീവ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ആൻഡ് ലാസ്റ്റത്തെയാണ് അസേർട്ടീവ്. The most effective style of communication ആണ് assertive style of communication. നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണിത്. കാരണം ഇക്കൂട്ടർ എപ്പോഴും അവനവന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുമെങ്കിലും നമ്മുടെ എതിർദിശയിൽ നിന്ന് സംസാരിക്കുന്ന ആളുടെ ഫീലിങ്സ് കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഇവരെന്ത് ചെയ്യേണ്ടാവുക, അവർ സംസാരിക്കുക. അതായത് ഇവിടെ കോൺഫിഡൻസ് വളരുകയാണ് ചെയ്യുന്നത്. ഇതാണ് ദ റൈറ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. വാട്ട് ദി അസേർട്ടീവ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഇസ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇക്കൂട്ട് നമ്മുടെ ഫീലിങ്സും അവർ റെസ്പെക്ട് ചെയ്യും, എതിരെ നിൽക്കുന്നവരുടെ ഫീലിങ്സും റെസ്പെക്ട് ചെയ്യും. അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും മിസ്റ്റേക്സ് ഒഴിവാക്കുന്നതാണ്. ഓക്കെ, ലൈക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒഴിവാക്കും, മിസ്റ്റേക്സ് ഒഴിവാക്കും, കാര്യങ്ങളൊക്കെ ഭയങ്കര ക്ലാരിറ്റിയിലായിരിക്കും മുന്നോട്ട് പോവുക. ഓക്കെ, അങ്ങനെ ഈ 4 സ്റ്റൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മളിപ്പോ നോക്കിയത്. അഗ്രസീവ്, പാസീവ് ആൻഡ് പാസീവ് അഗ്രസീവ് ആൻഡ് അസേർട്ടീവ്. ഇതിൽ ഏറ്റവും ദ മോസ്റ്റ് effective style of communication ഏതാ ചോദിച്ചാൽ of course it is assertive. and the lack of confidence വരുന്നത് ഏത് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷനിലാണ്? അതെ, പാസീവിലാണ് വരുന്നത്. ഓക്കെ, നമ്മുടെ അഗ്രസീവിലാകുമ്പോൾ സ്ട്രോങ് ഇമോഷൻസ് ഒക്കെ വർക്ക്ഔട്ട് ആവുകയാണ്. അഗ്രസീവ് ലൈക്ക് ദേഷ്യം, അങ്ങനത്തെ കുറച്ച് സ്ട്രോങ് ഇമോഷൻസ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ചു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓഫ് കോഴ്സ് യെസ് ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഇത്ര നേരം പഠിച്ച പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. ഈ രണ്ട് പ്രോസസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ഓൺവേർഡ്സിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. മാത്രമല്ല ഇതൊക്കെ 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദി എൻകോഡിംഗ് ആൻഡ് ദ ഡീകോഡിംഗ്. സോ എന്താണ് എൻകോഡിംഗ്? ആരാണ് എൻകോഡിംഗ് ചെയ്യുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. എൻകോഡിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഒരു സെൻഡർ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എൻകോഡിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ സെൻഡർ ആണ്, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്, അതിനുവേണ്ടി ഞാൻ ഇവിടെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക, ഞാൻ ആ മെസ്സേജ് ഇവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എൻകോഡിംഗ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇനി ഡീകോഡിങ്ങോ? ഞാൻ ഈ പ്രിപ്പയർ ചെയ്ത മെസ്സേജ് നിങ്ങൾക്ക് ഞാൻ കൺവേ ചെയ്തു. ഞാൻ കൺവേ ചെയ്ത മെസ്സേജ് റിസീവറായ നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത്
അതിന്റെ മീനിങ് മനസ്സിലാക്കി എടുത്ത് അതിനൊരു ഫീഡ്ബാക്ക് കൊടുക്കുകയാണെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡീകോഡിംഗ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അതായത് ഇവിടെ സെൻഡർ ആണ് എൻകോഡിംഗ് ചെയ്യുന്നത്, റിസീവർ ആണ് ഇവിടെ ഡീകോഡിംഗ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സെൻഡർ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്നു, ആ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എൻകോഡിംഗ് എന്ന് വിളിക്കുന്നത്. സോ എൻകോഡിംഗ് ഇസ് റിലേറ്റഡ് വിത്ത് ദി സെൻഡർ. ആൻഡ് അത് മാത്രമല്ല, ഈ കൊടുത്ത മെസ്സേജ് മനസ്സിലാക്കി എടുക്കുകയാണ്, ഇതിന്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് തിരിച്ച് നല്ലൊരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അതിൻ്റെതായ ഫീഡ്ബാക്ക് തിരിച്ച് സെന്ററിലേക്ക് കൊടുക്കുകയാണ് ആര് ചെയ്യുന്നത്? റിസീവർ. ആ കൊടുക്കുകയും ആ മീനിങ് മനസ്സിലാക്കുകയും ചെയ്യുന്ന ആ ഒരു ചെറിയ വളരെ വളരെ ചെറിയ പ്രോസസ്സിനെയാണ് നമ്മൾ ഡീകോഡിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ ഈ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ ഫസ്റ്റ് ലെസൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും അസൈൻമെന്റും ഒക്കെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ എല്ലാവരും കോൺഫിഡൻറ്റോടെ ഇരിക്കുക, പഠിക്കുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.